2024 ഡിസംബർ 27-നാണ് ഞങ്ങൾ ദുബായിലെത്തിയത്. ഫ്ലൈ എമിറേറ്റ്സിൽ 27-ാം തീയതി ഉച്ചയോടുകൂടി ഞങ്ങൾ ദുബായിലെത്തി. പ്രത്യേകം ചാർട്ട് ചെയ്ത ഷെഡ്യൂൾ പ്രകാരമാണ് ഞങ്ങളുടെ യാത്ര അവിടെ എത്തിയത്. ഞങ്ങളെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ടൂർ ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു. ഓൺ അറൈവൽ വിസ ആയതുകൊണ്ട് എമിഗ്രേഷന് ബുദ്ധിമുട്ട് വന്നില്ല. അദ്ദേഹം ഞങ്ങളെ ടാക്സിയിൽ കയറ്റി ഹോട്ടലിലേക്ക്, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിട്ടു. ദുബായ് ഗ്രാൻഡ് ഹോട്ടൽ ബൈ ഫോർച്യൂൺ ആണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ. 4 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ മുൻവശത്തുള്ള ഏരിയയാണ് നിങ്ങൾ കാണുന്ന. സിറ്റിയൊക്കെ വളരെ ഭംഗിയായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നു. ഡിസംബർ സീസൺ ആയതുകൊണ്ട് റോഡിൽ പൂക്കളും എല്ലാം നിറയെ പൂക്കളാണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെയാണ് സിറ്റി കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ദുബായിലെ ആദാമിൻ്റെ ചായക്കട എന്ന ഹോട്ടൽ എൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ ഹോട്ടൽ കയറിയത്. രണ്ടാമത്തെ ദിവസം രാവിലെ സിറ്റി വ്യൂ ആയിരുന്നു. ഉച്ചയ്ക്ക് തിരിച്ച് ഹോട്ടലിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഹോട്ടൽ ആദാമിൻ്റെ ചായക്കട ശ്രദ്ധയിൽപ്പെട്ടത്. ഏക്കായാലും ഇത് മലയാളികളുടെ ഹോട്ടലാണെന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ അന്നത്തെ ഊണിനായി കയറി. അന്ന് ഞങ്ങൾ ഹോട്ടൽ കയറിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എന്നാൽ 5-10 മിനിറ്റിനകം ഹോട്ടൽ നിറച്ച് മലയാളികളെ കൊണ്ട് നിറഞ്ഞു. ഞങ്ങളൊരു സാധാരണ റൈസ് മീൽ ബുക്ക് ചെയ്തു. 10 മിനിറ്റിനകം ഫുഡ് വന്നു. നല്ല രീതിയിൽ ഫുഡ് എൻജോയ് ചെയ്തു. ഇവിടെ സൊറ മുക്ക്, സെൽഫി മുക്ക്, കേറിവാ മക്കളെ എന്നിങ്ങനെ തുടങ്ങിയ പല ഡയലോഗുകളൊക്കെ മലയാളത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞങ്ങളെ ഒരാൾ സഹായിച്ചു. ഫിഷ് മീൽ വിത്ത് റൈസ് വിത്ത് ഫിഷ് മീലായിരുന്നു. ഒരുവിധം നന്നായി ഫുഡ് എൻജോയ് ചെയ്തു. അതിനുശേഷം ഹോട്ടൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അന്ന് ഉച്ച കഴിഞ്ഞ് ഡെസേർട്ട് സഫാരിയിലേക്ക് പോകാനുള്ള ഡ്രൈവർ ഹോട്ടലിൻ്റെ മുന്നിൽ, താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിലെത്തി. അദ്ദേഹം ഞങ്ങളെ വിളിച്ചു. അതുകൊണ്ട് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഹോട്ടലിന് പുറത്തിറങ്ങി 1-2 സെൽഫി കൂടെ എടുക്കണം എന്ന് തോന്നിയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റും കൂടെ സ്പെൻഡ് ചെയ്തു. ഏതായാലും ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു മലയാളി തന്നെ ഞങ്ങളെ സഹായിച്ചു. ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഉച്ച സമയമായതുകൊണ്ടാണ് വളരെ തിരക്കൊക്കെ കുറവാണ്. ഫ്രണ്ട് ഔട്ട്ഡോർ ഏരിയയിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. രാത്രിയിലൊക്കെ അവിടെ ഔട്ട്ഡോർ ഏരിയയും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ കയറി. അന്ന് ഉച്ച കഴിഞ്ഞത്തെ യാത്രയ്ക്കായി പോയി. ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയത്തിന് പോകുന്ന വഴിക്ക് ഒരു ആദാമിൻ്റെ ചായക്കട കാണാം. അതേ ബ്രാൻഡ് തന്നെയാണ് ഇതും. കോഴിക്കോട് ഇവർക്ക് ആദാമിൻ്റെ ചായക്കടയുണ്ട്. ഏതായാലും മലയാളികൾക്ക് ഇത് അഭിമാനമാണ്, ഈ ആദാമിൻ്റെ ചായക്കട ദുബായിൽ പ്രവർത്തിക്കുന്നത്. ഈ ഏരിയ മുഴുവൻ ഇന്ത്യക്കാരുടെ സംരംഭങ്ങളും ഹോട്ടലുകളുമാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിലും എല്ലാം മലയാളികളുണ്ട്. ഭാഷയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഹിന്ദി അല്ലെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് സംസാരിക്കാം. ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശമാണ് നിങ്ങൾ കാണുന്നത്. സിറ്റി വളരെ ഭംഗിയായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നു.